ലാപ്പട്ട ലേഡീസ് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ വന്ന ഒരു സിനിമയാണ്. പൊതുവേ ഞാൻ അങ്ങനെ ഹിന്ദി സിനിമയൊന്നും പ്രിഫർ ചെയ്ത് കാണാറില്ല. എന്നാൽ ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല അഭിപ്രായമൊക്കെ കിട്ടിയോണ്ട് ശരി ഈ സിനിമ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നെറ്റ്ഫ്ലിക്സിൽ കണ്ടാണ്. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഫീൽ ഗുഡ് ആയിട്ട് വർക്കാവുന്ന പോലത്തെ ഒരു പഴയ കാലത്ത് സെറ്റ് ചെയ്ത പോലത്തെ ഒരു കഥയാണ്. കഥയുടെ പ്ലോട്ട് എന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് 2 കപ്പിൾസ് സ്വന്തം നാട്ടിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ആ 2 കപ്പിൾസും ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സ് ആക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഈ ഡ്രസ്സിന്റെ കൺഫ്യൂഷനും രാത്രി ഈ മുഖം മൂടിയിരിക്കും ഈ ഭാര്യമാര് രണ്ടുപേരും. അപ്പോ ഈ മുഖം മൂടിയിരിക്കുന്ന ഭാര്യമാര് രണ്ടാളും ഏകദേശം ഒരേ സാരി ഇട്ടുകൊണ്ട് കൺഫ്യൂഷനിൽ ഒരു ഭർത്താവ് എന്താ പറയാ പുറത്തേക്ക് വിളിച്ചെന്ന് തോന്നുന്നു സ്വന്തം ഭാര്യക്ക് പകരം വേറൊരു ഭാര്യനെ. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ സ്വന്തം ഭാര്യനെ കണ്ടെത്തിയോ, ഈ മാറ്റി വിളിച്ചു കൊണ്ടുപോയ പെണ്ണിനെ തിരിച്ച് ആ പെണ്ണിന്റെ നാട്ടിലെത്തിച്ചു, അങ്ങനത്തെ ഒക്കെ ഒരുമാതിരത്തെ കഥയാണ്. പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ഗുഡ് ആയിട്ട് ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചൊരു പടമാണ് ഈ ലാപ്പട്ട ലേഡീസ്. നെറ്റ്ഫ്ലിക്സിൽ ഉണ്ട് പടം. സിനിമയിൽ മെയിൻലി 2 ലേഡീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിലൊരു ക്യാരക്ടറിന്റെ പേര് ജയ എന്ന് പറയും. ആ ജയ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് തന്നെ വേറൊരു പേരുണ്ട്, പുഷ്പ എന്ന് പറഞ്ഞിട്ട്. ആ ക്യാരക്ടറിന് ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് ലേശം കലി തോന്നുമെങ്കിലും ലാസ്റ്റിലേക്ക് ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന റിഡംഷൻ ആർക്കും ആ ഒരു ക്യാരക്ടറിന്റെ സ്റ്റോറി പോയ വിധം ഒക്കെ കാരണം കൊണ്ട് ആ ക്യാരക്ടറിനെ നമുക്ക് ലാസ്റ്റിലേക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ വെച്ചാല് പൂൾകുമാരി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ നമുക്ക് ആദ്യം തൊട്ടേ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഭയങ്കര ലവ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു പാവം പെൺകുട്ടി, ഒരു പാവം എന്നൊക്കെ വെച്ചാൽ പഞ്ചപാവം. അങ്ങനത്തെ ഈ 2 ലേഡീസിനെ കുറിച്ചാണ് മെയിൻലി സ്റ്റോറി പറയുന്നത്. ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. ഇൻ കേസ് ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അത്യാവശ്യം ഫീൽ ഗുഡ് കാറ്റഗറിയിലുള്ള പടങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഇത് പിന്നെ വലിച്ചു നീട്ടാനൊന്നുമില്ല, നല്ല രീതിയിൽ ചെയ്തു വെച്ചിരിക്കണം. പിന്നെ എസ്പെഷ്യലി ആ ഒരു, ഞാൻ ഈ നോർത്ത് സൈഡൊന്നും അധികം പോവാത്ത ആളാണ്, പക്ഷെ ഈ സിനിമയുടെ ഫസ്റ്റ് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അത്യാവശ്യം, ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തു ആ സ്ഥലത്ത് തന്നെ ഞാൻ പോയ പോലെ. ആ ട്രെയിന് പോകുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സിനിമോട്ടോഗ്രാഫി ലെവലിലാണെങ്കിലും ആ ഒരു കൾച്ചർ കാണിച്ച വിധത്തിലാണെങ്കിലും അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഈ സിനിമ ഭയങ്കര മികച്ചു നിൽക്കുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തു. കുറെ കാര്യങ്ങൾ ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സിനിമോട്ടോഗ്രാഫി, സിനിമേന്റെ അകത്തുള്ള ആ ഒരു സ്ഥലം കാണിച്ച വിധാണെങ്കിലും ആ ക്യാരക്ടേഴ്സ് ജീവിക്കുന്ന ആ ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്ത് വെച്ച വിധാണെങ്കിലും ഒക്കെ കൊണ്ടും ആ കാണുമ്പോൾ എനിക്ക് ആ സ്ഥലം ഫീൽ ചെയ്യാൻ പറ്റിയ മാതിരി ഞാൻ ഫീൽ ചെയ്ത്. അല്ലാണ്ട് തന്നെ സിനിമയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത്. ക്ലൈമാക്സിലേക്കൊക്കെ ഒരു സീൻ ഉണ്ട്, ആ ഭർത്താവ് പോയിട്ട് ആ ഭാര്യനെ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര രസത്ത് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം ഫൺ മോഡിലായിരിക്കും പടം കൊണ്ടുപോയിട്ടുണ്ടാവും. എവിടെയും നമ്മളെ വെറുപ്പിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഇതൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു പടമാണ്. കാര്യം കണ്ടിട്ടില്ലേ നെറ്റ്ഫ്ലിക്സിൽ പടം ഉണ്ടോന്ന് കണ്ടോക്ക്. വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അതന്നെ ഈ വീഡിയോക്ക് അടുത്ത വീഡിയോ കാണാൻ ഒരു ബൈ.